പൊടി വലിച്ചാൽ നന്നായി അഭിനയിക്കാൻ മാറുന്നു, പുതിയ ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്ത് ഉത്തരവാദിത്തമാണ് താങ്കളെപ്പോൾ വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ നടക്കുന്നത്? ഈ പുതിയ കുട്ടികൾക്ക് പുതിയ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ എന്താണ് ഒഴിവാക്കിക്കൊണ്ടുള്ള കണ്ടന്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ഈ പൊടി ഉപയോഗിച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ റയറായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. സിനിമ മൊത്തം അങ്ങനെയല്ല. കാര്യം ഞാൻ 25 വർഷമായി 30 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ട്. ഒരുപാട് ആക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ആൾക്കാർ 3-4 ആൾക്കാരെ നമ്മളങ്ങനെ കേട്ടിട്ടോ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. അല്ലാത്ത ആളുകൾ മുഴുവൻ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇതുകൊണ്ട് അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലത്തിനനുസരിച്ച് അഭിനയത്തിൻ്റെ ഓരോ രീതികൾ മാറും എന്നല്ലാതെ ഒരു ബേസിക് പ്രോസസ്സിന് മാറ്റമൊന്നും വരുന്നില്ല. എല്ലാവരും ഈ അഭിനയത്തിൽ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു അഭിനേതാവുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കണം, റീൽസ് ആണോ യഥാർത്ഥ അഭിനയം? റീൽസ് അഭിനയിക്കുന്നതാണോ യഥാർത്ഥ അഭിനയം? റീൽസ് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റീൽസ് എന്ന് പറയുന്ന ഇവർ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അല്ല. ശരിക്കും സ്വാഭാവികമായിട്ട് അവർ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള അഭിനയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പാട്ട് പാടുന്നത് തന്നെ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സിംഗേഴ്സിനെ കാണാറുണ്ട്. എല്ലാം നമ്മൾ കേട്ട പാട്ടുകൾ എടുത്ത് രണ്ടാമത് പെർഫോം ചെയ്യുന്നത് പോലെയല്ല ഒരു പുതിയ പാട്ട് ആദ്യമായിട്ടൊരു പാട്ട് പാടുന്ന ഒരു സിംഗറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് നമുക്ക് ഇതുപോലത്തെ റീൽസ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ആത്യന്തികമായിട്ട് അഭിനയം എന്ന് പറഞ്ഞാലും വേറെ ഏത് കലാരൂപമായാലും അത് പുതിയതായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതാണ് ഏറ്റവും വലിയ കാര്യം.